ഹായ്, ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. 2023 പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 13 ലിമിറ്റ്സിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ലാബ് 13 കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ലാബ് ആക്ടിവിറ്റീസ് എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ ഈ ലാബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം, അതുപോലെ ഈ ലാബിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന വൈവ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ് ലാബ് 13 ലിമിറ്റ്സ്. ഈ ലാബിൽ നിന്ന് 2023 പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ നമ്പർ 8 ലാബ് 13 ലിമിറ്റ്സ് ഫസ്റ്റ് ഇയർ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലാബാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻപുട്ട് കമാൻഡ് ഹാവിംഗ് ടിക്ക് മാർക്ക്. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് ടിക്കിട്ടിട്ടുണ്ടായിരിക്കും, അത് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ആദ്യം, യൂസിംഗ് എബവ് ഇൻപുട്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ആദ്യം ഇതാണ് ടിക്കറ്റിട്ടുള്ളതെന്ന് അസ്യൂം ചെയ്യുക. എങ്കിൽ വി ഹാവ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദിസ് ഫംഗ്ഷൻ. അതിന്റെ കമാൻഡ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിട്ടുണ്ട്. ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പ്രൊസീജിയർ ഒന്നും തന്നെ കാണാതെ പഠിക്കേണ്ട, എല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകും. ഈവൻ അപ്ലറ്റ് കൺസ്ട്രക്ഷൻ എങ്ങനെ ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിരിക്കും. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ലാബിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യവും നമ്മൾ പ്രൊസീജിയർ ഒന്നും തന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ആദ്യം ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടേ? ഒബ്സർവ് ദ ഗ്രാഫ്, ദെൻ റൈറ്റ് ദ ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു 3. ഓൾസോ ഡിസ്കസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു 3. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. മൊത്തം 8 മാർക്കാണ് ഓരോ ലാബിൽ നിന്നും ചോദിക്കുന്നത്. അതിൽ ഈ ലാബിൽ നിന്നുള്ള 8 മാർക്കിൽ 3 മാർക്ക് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. വൈവ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ കണ്ടീഷൻ? ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് ലിമിറ്റ്. ആ ഒരു തിയറിയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത് ഈ ലാബ് ചെയ്യുന്നതിന് വേണ്ടി. ഈ ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, ഈ ലാബിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. സോ ആദ്യം ഈ ഫംഗ്ഷൻ നമുക്ക് ഡ്രോ ചെയ്യണം. അതിനുവേണ്ടി പുതിയ ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇൻപുട്ട് ബാറിൽ ആ കമാൻഡ് കൊടുക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കമാൻഡ് കൃത്യമായിട്ട് വായിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അത് ടൈപ്പ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ വരും. സോ ഈ റൈറ്റ് സൈഡിലുള്ളത് കമാൻഡ് കൊടുത്താൽ മതി. ഇഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, കോമ എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2, കോമ എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സ് അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ്. ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 3 എക്സിസ്റ്റ് ചെയ്യുന്നോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് ഇൻപുട്ട് ബാറിൽ ആ കമാൻഡ് കൊടുക്കുക. ഇഫ് അല്ലെ, ഇഫ് കമാൻഡ്, ദെൻ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് കൊടുക്കുക. ഇഫ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് എന്താണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, കോമ ആ സമയത്ത് ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ, എക്സ് ഷിഫ്റ്റ് ക്യാപ് 2, എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2, കറക്റ്റ് ആണല്ലോ, കോമ എക്സ് ഗ്രേറ്റർ ദാൻ 3, എക്സ് ഗ്രേറ്റർ ദാൻ 3, കോമ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ്. കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പർ കമാൻഡ് നോക്കി നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. ഓൾജിബ്രൈക് വ്യൂവിൽ നമ്മൾ ടൈപ്പ് ചെയ്താൽ അത് കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാം. എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 2 വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 3. ഈ ഫംഗ്ഷൻ 3 എന്ന് പറയുന്ന പോയിന്റിൽ, ഈ ഫംഗ്ഷൻ അല്ലെ 3 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം കാണേണ്ടത് 3 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ്. എന്താണ് ലെഫ്റ്റ് ലിമിറ്റ്? എക്സ് ഈക്വൽ ടു 3 ആകുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന y വാല്യൂ, ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ട് y വാല്യൂ എന്താണ്? 1. സോ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എന്താണ്? 1 എന്ന് പറയാം. 3 എന്ന് പറയുന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1. അതായത് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 3 ഈസ് എന്താണ്? 1.
ഇനി 3 എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ റൈറ്റ് ലിമിറ്റ് ഇതിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഇമേജ് ഇവിടെയാണല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ 3. അതായത് റൈറ്റ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 3. ലെഫ്റ്റ് ലിമിറ്റ് 1 എന്ന് കിട്ടി അല്ലെ, ലെഫ്റ്റ് ലിമിറ്റ് 1 എന്ന് കിട്ടി, റൈറ്റ് ലിമിറ്റ് 3 എന്ന് കിട്ടി. രണ്ടും ഈക്വൽ അല്ല. therefore ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. വളരെ സിമ്പിൾ ആണ്. ഈ ഫംഗ്ഷൻ ഇവിടെ ഇൻപുട്ട് ബാറിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തിയറി എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഇവിടെ ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇതെങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തും? ക്വസ്റ്റ്യൻ നമ്പർ 88 ലാബ് 13 ലിമിറ്റ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ എ പാർട്ട് എന്തായിരുന്നു? എ പാർട്ട് യൂസിങ് എബവ് ഇൻപുട്ട് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എഴുതുക. ഗ്രാഫ് സ്കെച്ച്ഡ്. എ പാർട്ട് എന്താണ്? ഗ്രാഫ് സ്കെച്ച്ഡ് എന്ന് എഴുതിക്കെടുത്തിട്ട് എഴുതിയത് മാത്രം പോരാ, നമ്മുടെ എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ചത് കാണിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അടുത്ത് ബി പാർട്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എഴുതുക. ലെഫ്റ്റ് ലിമിറ്റ് എന്തായിരുന്നു? 1. റൈറ്റ് ലിമിറ്റ് എന്തായിരുന്നു? 3. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുകൂടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണം. ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. വൈ? എന്തുകൊണ്ട്? ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ റിമൈനിങ് 2 മാർക്സ് ആയി. അങ്ങനെ ടോട്ടൽ 3 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. ബി പാർട്ടിൽ ഒരു സംഗതി കൂടെ എഴുതണം. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, therefore ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾക്ക് സാമ്പിളായിട്ട് ചെയ്ത് കാണിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 8, എക്സ് ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എന്താണ്? 2x മൈനസ് 2. വീണ്ടും ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. ഒരു പുതിയ ഫയൽ എടുക്കാം. പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാം. ഫയൽ എടുത്ത് പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യാം. അതൊക്കെ നിങ്ങൾക്കറിയാം. സോ വീണ്ടും നമുക്ക് ആ ഫംഗ്ഷൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇഫ് കൊടുക്കുക, ദെൻ ബ്രാക്കറ്റ് എന്തായിരുന്നു? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു 3, കോമ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? 2x സ്ക്വയർ, 2x ഷിഫ്റ്റ് ക്യാപ് 2, 2x സ്ക്വയർ മൈനസ് 8x പ്ലസ് 8, 8x ദെൻ പ്ലസ് 8. ഓക്കെ, കോമ. ആദ്യം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ അടുത്തെന്തായിരിക്കും? എക്സ് ഗ്രേറ്റർ ദാൻ 3, കോമ. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? 2x മൈനസ് 2, 2x മൈനസ് 2. ദെൻ എൻ്റർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ 3 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോ? അതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ 3 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ y വാല്യൂ എന്താണ്? 2. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 3 എന്താണ്? 2. നെക്സ്റ്റ് 3 എന്ന് പറയുന്ന പോയിന്റിന്റെ റൈറ്റ് വാല്യൂ, റൈറ്റ് ലിമിറ്റ് എത്രയാണ്? y വാല്യൂ 4. അപ്പൊ റൈറ്റ് ലിമിറ്റ് അറ്റ് x ഈക്വൽ ടു 3, 4. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 2 ആണ്, റൈറ്റ് ലിമിറ്റ് 4. രണ്ടും ഈക്വൽ അല്ല, therefore ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ലെഫ്റ്റ് ലിമിറ്റ് 2, റൈറ്റ് ലിമിറ്റ് 4, therefore ലിമിറ്റ് ഡസന്റ് എക്സിസ്റ്റ്. സിമിലർലി തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഓപ്പൺ എ ന്യൂ ജിയോജിബ്ര വിൻഡോ ആൻഡ് ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് ഇൻക്രിമെന്റ് 0.1. യൂസിംഗ് ദ ഇൻപുട്ട് കമാൻഡ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. 3 ഫംഗ്ഷൻ നൽകിയിട്ടുണ്ട്. ടിക്കറ്റുള്ളത് മാത്രം ആൻസർ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ സോ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2. റൈറ്റ് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ എ ആൻഡ് ദ ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് ചെയ്തു പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എന്താണ്? ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുക, ദെൻ എ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക വിത്ത് ഇൻക്രിമെന്റ് 0.1. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ജിയോജിബ്ര ഓപ്പൺ ആയി കിടന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. സോ ഇത് ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് എടുത്ത് പുതിയൊരു വിൻഡോ ആയല്ലോ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. സ്ലൈഡർ ടൂളൊക്കെ നിങ്ങൾക്കറിയാം. സ്ലൈഡർ സെലക്ട് ചെയ്തു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്തു. ഇൻക്രിമെന്റ് എന്താണ് വേണ്ടത്? 0.1. മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യണ്ട, പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. സോ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പായി ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്തു, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു വിത്ത് ഇൻക്രിമെന്റ് 0.1. നെക്സ്റ്റ് എന്താണ്? ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യണം. കമാൻഡ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുണ്ട്. ഇഫ് എക്സ് ലെസ് ദാൻ 2, സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈഡർ ആണ് കേട്ടോ. ബ്രാക്കറ്റിനകത്ത് എക്സ് സ്ക്വയർ മൈനസ് 1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് മൈനസ് 5. കൃത്യമായി കമാൻഡ് നോക്കി ടൈപ്പ് ചെയ്യുക. നമുക്ക് എക്സാമിനേഷന് ഹാർഡ് കോപ്പിയാണ് നൽകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത് നോക്കി ടൈപ്പ് ചെയ്യണം.
നമുക്ക് സോഫ്റ്റ് കോപ്പിയാണ് നൽകുന്നതെങ്കിൽ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ എക്സാമിനേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഹാർഡ് കോപ്പിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക, ടൈപ്പ് ചെയ്യാൻ അറിയണം. ഓക്കെ, അതും ഒരു സ്കില്ലാണല്ലോ, അതും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ ഞാനിവിടെ ഇൻപുട്ട് ചെയ്യുന്നു. എന്താണ്? ഇഫ് ദെൻ ബ്രാക്കറ്റ് എന്താണ് കൊടുക്കേണ്ടത് പറഞ്ഞോളൂ. എക്സ് ലെസ് ദാൻ 2, എക്സ് ലെസ് ദാൻ 2 കോമ എന്തായിരുന്നു? സ്മോൾ ലെറ്റർ എ ദെൻ ബ്രാക്കറ്റ് കൊടുക്കണം. സ്മോൾ ലെറ്റർ എ ദെൻ ബ്രാക്കറ്റ് കൊടുത്തിട്ട് എക്സ് സ്ക്വയർ മൈനസ് 1, എക്സ് ഷിഫ്റ്റ് ക്യാപ് 2, എക്സ് സ്ക്വയർ മൈനസ് 1 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 എപ്പോൾ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ കോമ ദെൻ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് 5. കോമ കൊടുക്കണം കേട്ടോ, കോമ എക്സ് മൈനസ് 5. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. ദെൻ എൻറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും അല്ലെ. സ്ലൈഡറിന്റെ വാല്യൂ ഇവിടെ 1 ആയതുകൊണ്ടാണ് എ എന്ന് കൊടുത്ത പ്ലേസിലൂടെ 1 വന്നത്. 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 വെൻ എക്സ് ലെസ് ദാൻ 2, എക്സ് മൈനസ് 5 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നമ്മൾ ടൈപ്പ് ചെയ്തത് കൃത്യമാണോ എന്ന് ഈ ഓൾജിബ്ര നോക്കി വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞു. ഈ കേസിൽ ഇപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ നോക്കി നോക്ക്. ഇപ്പോൾ എന്താണ്? ഈ 2 എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 3, റൈറ്റ് ലിമിറ്റ് എന്താണ്? -3. കറക്റ്റ് അല്ലേ? 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ് 3 ആണ്, റൈറ്റ് ലിമിറ്റ് -3 ആണ്. രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഇവിടെ എന്താണ്? ഗ്രാഫ് ഡ്രോ ചെയ്തതിന് ശേഷം ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ so that the limit of the function f of x exist at x equal to 2. നമുക്ക് എന്ത് ചെയ്യണം? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഗ്രാഫിനെ ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ സ്ലൈഡർ ടൂൾ യൂസ് ചെയ്യുക, സ്ലൈഡർ മൂവ് ചെയ്യിപ്പിക്കുക. എന്തുകൊണ്ട് വീണ്ടും സ്ലൈഡർ വന്നു? ഇവിടെ സ്ലൈഡർ ടൂൾ ലൈവ് ആയിരിക്കുന്നു, അത് ഇനാക്റ്റീവ് ആക്കാൻ മൂവ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ സ്ലൈഡർ ടൂൾ മൂവ് ചെയ്യിപ്പിക്കാം. മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇത് രണ്ടും ഒരുമിച്ചാക്കണ്ടേ? രണ്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ, ബ്രേക്ക് ഇല്ലാത്ത രീതിയിലോട്ട് മാറ്റണം. അതിനുവേണ്ടി സ്ലൈഡർ വാല്യൂ ഞാൻ ഡിക്രീസ് ചെയ്ത് വന്നു അല്ലേ. ഇപ്പൊ നോക്കി നോക്ക്, കറക്റ്റായി നോക്കി നോക്ക്, ഇങ്ങനെ വന്ന് ഇവിടെ ഗ്യാപ്പ് ഉണ്ടോ? ഗ്യാപ്പ് ഇല്ലാതെ പോകുന്നു. അതായത് 2 എന്ന് പറയുന്ന പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ്, ലെഫ്റ്റ് സൈഡിൽ ആൻസർ എന്താണ്? -3. 2 എന്ന് പറയുന്നതിന്റെ റൈറ്റ് ലിമിറ്റ്, റൈറ്റ് സൈഡിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ എന്താണ്? അതിന്റെ y വാല്യൂ -3. That means left limit at x equal to 2 is -3. Right limit at x equal to 2 is also -3. Therefore limit exist ചെയ്യുന്നു. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എയുടെ വാല്യൂ എന്ത് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സ്മോൾ ലെറ്റർ എ ഈക്വൽ ടു എന്താണ്? -1. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിക്കോ, ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ സ്ലൈഡർ so that the limit of the function f of x exists at x equal to 2. x equal to 2 ആയപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. At the same time write the value of the slider a, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, -1. and limit at x equal to 2. ലിമിറ്റിംഗ് വാല്യൂ എന്താണ്? ലിമിറ്റിംഗ് വാല്യൂ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആകുന്ന വാല്യൂ. ലെഫ്റ്റ് ലിമിറ്റും -3, റൈറ്റ് ലിമിറ്റും -3. therefore limit at x equal to 2 is എന്താണ്? -3. ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. സ്ലൈഡറിന്റെ വാല്യൂ a ഈക്വൽ ടു എന്തായിരുന്നു? -1. ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? -3. ശരിയാണോ? ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? -3. സ്ലൈഡറിന്റെ വാല്യൂ എന്താണ്? -1. സിമിലർലി റിമൈനിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഇതുപോലെ തന്നെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ആ സ്ലൈഡർ ടൂൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ എത്തിക്കുക, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കിട്ടുന്നതാണ് ലിമിറ്റിംഗ് വാല്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. എബോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ 2 മാർക്സ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ് കേട്ടോ. പല കുട്ടികളും ലിമിറ്റ് എന്ന് കേട്ട് പേടിക്കും. ഒരൊറ്റ കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. കഴിഞ്ഞു, സിമ്പിൾ ലാബാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസ്ട്രക്ട് ആൻ അപ്ലെറ്റ് ആസ് ഫോളോസ്. കൺസ്ട്രക്ട് 2 sliders a and b with increment 0.1. സോ ഞാൻ ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. പുതിയ ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക, 2 സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു, എ ആണ് പേര്. ഇൻക്രിമെന്റ് എന്ത് കൊടുക്കാം? 0.1. ഓക്കെ,
നെക്സ്റ്റ് വീണ്ടും ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സ്ലൈഡറിന്റെ പേര് ബി ആണ്. അതിന്റെ ഇൻക്രിമെന്റ് എന്ത് കൊടുക്കാം? അഗെയിൻ 0.1. ദെൻ ഓക്കെ കൊടുക്കുമ്പോൾ 2 സ്ലൈഡേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതൊന്ന് ഇനാക്റ്റീവ് ആക്കാൻ മൂവ് കൊടുക്കുക. ഓക്കെ, സോ ഇത് നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത രീതിയിൽ ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കുക അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ ആദ്യത്തെ കേസായി. കൺസ്ട്രക്ട് 2 sliders A and B with the increment 0.1. Next, change the marking on the x-axis in terms of pi/2. അതായത് എക്സ് ആക്സിലെ യൂണിറ്റ് ഇൻ ടേംസ് ഓഫ് pi/2 മാറ്റണം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുവേണ്ടി എക്സ് ആക്സിസിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എക്സ് ആക്സിസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫിക്സ് വരും. ഗ്രാഫിക്സിൽ നിങ്ങൾക്കറിയാം ഇവിടെയുണ്ട് എക്സ് ആക്സിസ്. അത് സെലക്ട് ചെയ്യുക, ഡിസ്റ്റൻസ് ക്ലിക്ക് ചെയ്യുക, ദെൻ pi/2. നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് pi/2. സോ എക്സ് ആക്സിസിന്റെ യൂണിറ്റ് എന്ത് കിട്ടി? ഇൻ ടേംസ് ഓഫ് pi/2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ് ഇഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് ലെസ് ദാൻ pi/2 കോമ എ സ്റ്റാർ സൈൻ എക്സ് കോമ 2/pi എക്സ് പ്ലസ് ബി, then draw the graph of the function f of x. ഈ കമാൻഡ് യൂസ് ചെയ്ത് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ജിയോജിബ്ര വിൻഡോയിൽ ഇൻപുട്ട് ബാർ എടുത്തതിന് ശേഷം ഇൻപുട്ട് ബാറിൽ ഈ കമാൻഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്തായിരുന്നു കമാൻഡ്? കൃത്യമായി ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ടൈപ്പ് ചെയ്യുക. ഇഫ് കമാൻഡ് ആണ് നമുക്കറിയാം. ദെൻ ബ്രാക്കറ്റ് കൊടുത്തതിന് ശേഷം എക്സ് ലെസ് ദാൻ pi/2, എക്സ് ലെസ് ദാൻ pi/2. പൈ എവിടെ ഇരിക്കുന്നു? നമ്മുടെ ഇവിടെ ആൽഫ കീ ക്ലിക്ക് ചെയ്യുക. ദെൻ pi/2 pi/2 അല്ലേ? എക്സ് ലെസ് ദാൻ pi/2 കോമ സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്ലൈഡർ ആണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ 8 നമ്പറിന്റെ അപ്പർ ക്യാരക്ടർ ആയിട്ടുണ്ട്. ഓക്കെ, ഷിഫ്റ്റ് അടിച്ച് കൊടുക്കുക. എ സ്റ്റാർ സൈൻ എക്സ് ഓക്കെ, എ സ്റ്റാർ സൈൻ എക്സ്. നെക്സ്റ്റ് എന്താണ്? കോമ ബ്രാക്കറ്റ് കൊടുത്തിട്ട് 2/pi. എന്താണ്? 2/pi. പൈ എന്നുള്ളത് pi എന്ന് കൊടുത്താലും മതിയാകും. അല്ലെങ്കിൽ ആൽഫ കീ എടുത്ത് നമുക്ക് കൃത്യമായിട്ടത് കൊടുക്കാം. 2/pi. ഇനി ബ്രാക്കറ്റിന് പുറത്താണ് 2/pi ഇൻറ്റു എക്സ്. നെക്സ്റ്റ് എന്താണ്? പ്ലസ് സ്മോൾ ലെറ്റർ ബി, സെക്കൻഡ് സ്ലൈഡർ കൊടുക്കുക. ഓക്കെ, ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കാണുവാൻ സാധിക്കും അല്ലേ? എ 1 ആയതുകൊണ്ടാണ് ഇവിടെ 1 sin x. നെക്സ്റ്റ് ബി = 1, അതായതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. 2/pi ഇൻറ്റു എക്സ് പ്ലസ് 1. ഇതാണ് ബി എന്ന് നമ്മൾ കൊടുത്തത്. ഓക്കെ, ഇത് മാറുന്നതനുസരിച്ച് അവിടെ വാല്യൂസ് മാറും. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാന്നുള്ളേ ഉള്ളൂ. നോക്കി നോക്കാം ഉണ്ടോ? ബി 1.1 ആയപ്പോൾ ഇവിടെ 1.1 ആയി. അതിൽ എ മാറുന്നതനുസരിച്ച് മേളത്തെ ഉണ്ടോ 0.9 വന്നപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റങ്ങൾ വന്നു. ഓക്കെ, ജസ്റ്റ് ഗ്രാഫ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് ദ സ്ലൈഡേഴ്സ് എ ആൻഡ് ബി സോ ദാറ്റ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് pi/2 ഈസ് 3. ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു pi/2 എഫ് ഓഫ് എക്സ് 3 ആകുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം സ്ലൈഡർ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. അതായത് ഈ pi/2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആക്കണം. ആ ഈക്വൽ ആക്കുന്ന വാല്യൂ എന്താകണം? 3 ആകണം. എവിടെയെങ്കിലും ഈക്വൽ ആക്കിയാൽ പോരാ. 3 എന്ന് പറയുന്ന ഈ y വാല്യൂവിൽ ഈ പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഈക്വൽ ആക്കണം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ സ്ലൈഡർ മൂവ് ചെയ്യിപ്പിക്കുന്നു. മൂവ് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യാം? ആ ഫംഗ്ഷൻ നമ്മൾ 3ലേക്ക് എത്തിക്കുക. ഓക്കെ, ഇപ്പോൾ 3ലെത്തി. അടുത്ത് ഈ ഗ്രാഫ് മൂവ് ചെയ്ത് എവിടെ എത്തിക്കുക? 3ൽ എത്തിക്കുക. അതിനുവേണ്ടി എ എന്ന സ്ലൈഡർ യൂസ് ചെയ്യാം അല്ലേ? ഇതാ പോകുന്ന കണ്ടോ? മനോഹരമായ രീതിയിൽ അത് മൂവ് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്ത് രണ്ടും ഒന്നാക്കുക. രണ്ടും ഒന്നായില്ലേ? ഇപ്പൊ ഗ്യാപ്പ് ഉണ്ടോ? ദാ ഇങ്ങനെ പോയി. ഇനി ഈ pi/2 എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് എന്താണ്? 3. ഈ pi/2ന്റെ റൈറ്റ് വാല്യൂ, തൊട്ടടുത്തുള്ള റൈറ്റ് വാല്യൂ അപ്പോഴും y വാല്യൂ 3. അതായത് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x = pi/2 3 ആയി, റൈറ്റ് ലിമിറ്റ് അറ്റ് x = pi/2 എന്തായി? 3 ആയി. അപ്പോൾ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്താണ്? a = 3 ആണ്, b = എന്താണ്? 2. ഇതാണ് നിങ്ങൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തേണ്ടത്. എന്ത് ചെയ്യാം? ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. അത് നമ്മൾ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. വളരെ സിമ്പിൾ ആണ്. അപ്ലെറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തെന്ന് എഴുതുക. ദെൻ a = 3, b = 2. എന്നിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഈ ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സാധാരണ ചെയ്യുന്ന പോലെ എക്സ് ആക്സ് വരയ്ക്കുക, വൈ ആക്സ് വരയ്ക്കുക, പോയിന്റുകൾ മാർക്ക് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക കണ്ടോ 2πയിൽ പോയിട്ട് ദാ ഇങ്ങനെ അല്ലേ റഫായിട്ടൊരു ഫിഗർ സ്കെച്ച് ചെയ്യുക. ഇങ്ങനെ വന്ന് ദാ ഇവിടെ ലൈൻ സ്ട്രൈറ്റ് ലൈൻ പോകുന്നു. ഈ രീതിയിൽ നിങ്ങളുടെ ഗ്രാഫ് പേപ്പറിൽ സ്കെച്ച് ചെയ്യുക. അത് അങ്ങനെ എടുത്തു പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഡ്രോ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് ജിയോജിബ്ര വിൻഡോയിൽ ഡ്രോ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്കെച്ച് ഓഫ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ യുവർ ആൻസർ ഷീറ്റ്, ആൻസർ സ്ക്രിപ്റ്റിൽ വരയ്ക്കുക എന്ന് എടുത്തു പറഞ്ഞാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആൻസർ സ്ക്രിപ്റ്റിൽ വരച്ചാൽ മതി. അല്ലാത്ത സമയം ജസ്റ്റ് ജിയോജിബ്ര വിൻഡോയിൽ ഡ്രോ ചെയ്യുന്നതിനെയാണ് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് തേർഡ് ക്വസ്റ്റ്യൻ. അതിന് 2 മാർക്കാണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ 2023ൽ ചോദിച്ചതിന് സമാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഈ വർഷവും പബ്ലിക് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് ലിമിറ്റ് എന്ന ലാബിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഈ 2023ലെ ക്വസ്റ്റ്യൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.